സോ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വരാനുള്ളവരെല്ലാവരും ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇപ്പം ഓൺ ചെയ്യാതെ ഒറ്റ സെക്കൻഡ്. സോ ഇപ്പം ഇത്രയും പേരേ ഉള്ളൂ എന്ന് തോന്നുന്നു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് എ സെക്കൻഡ്. ബോർഡ് ഫസ്റ്റ്. ഓക്കെ, സോ ബോർഡ് എല്ലാം ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഫറൻസിയേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു പഠിച്ചിരുന്നത്. അപ്പം എല്ലാവർക്കും അറിയാലോ, ഇപ്രാവശ്യത്തെ നമ്മുടെ മാത്സ് എന്ന് പറയുന്ന ടോപ്പിക് എക്സാമിന് 20 മാർക്കിനാണ് മൊത്തത്തിലുള്ളത്. ഓൾമോസ്റ്റ് 20 മാർക്കിനാണ്. സോ അതിൻ്റെ അകത്ത് മാർക്ക് ബേസിസിൽ പറയുവാണെങ്കിൽ 20 മാർക്കിൽ 15 മാർക്കിനുള്ള ടോപ്പിക്സ് നമ്മൾ എക്സാക്ട്ലി കവർ ചെയ്തു. ഓക്കെ, 15 മാർക്കിനുള്ള ടോപ്പിക്സ് ഇപ്രാവശ്യത്തെ എക്സാമിനുള്ള നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തു. സോ നമുക്ക് മാത്സിനെ സംബന്ധിച്ച് എന്താണ്, നമ്മൾ ഫുള്ള് 20 മേടിക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. കാരണം അതിനനുസരിച്ച് ബാക്കിയുള്ള സബ്ജക്റ്റ് നമുക്ക് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആണ് മാത്സിന് സ്കോർ ചെയ്യാൻ. സോ ഞാൻ കഴിഞ്ഞ 1-2 ദിവസമായിട്ട് നമ്മുടെ പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് ഞാൻ കുറെ റെഫർ ചെയ്തു. സോ പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് റെഫർ ചെയ്തതെന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഓരോ സബ്ജക്റ്റ്, അതായത് പണ്ടത്തതിൽ നിന്ന് ഇപ്രാവശ്യത്തെ ടോപ്പിക്കിന്, ഓരോ ടോപ്പിക്കിനുള്ള കൃത്യമായിട്ടുള്ള വെയിറ്റേജ് എത്രയാണെന്ന് നിങ്ങളോട് പറഞ്ഞു തന്നാൽ കൊള്ളാമെന്ന് സാറും പറഞ്ഞു. സോ അപ്പൊ ഞാനും സാർ അത് ഡിസ്കസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ട് ഇന്നത്തേക്ക്. സോ ഒരു 2018 വരെ, ഓക്കെ, ഞാൻ ആദ്യമേ നമ്മുടെ മാർക്സിന്റെ കാര്യം, ഓരോ ചാപ്റ്ററിന്റെ വെയിറ്റേജും പറഞ്ഞു തരാം. സോ നിങ്ങൾ പഠിക്കുമ്പോഴാണേലും ആ ഒരു വെയിറ്റേജിന്റെ മാർക്ക് നോക്കി ജസ്റ്റ് ഒന്ന് പഠിക്കുക. അപ്പം നിങ്ങൾക്ക് ഏറ്റവും സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ആണെങ്കിലും അത് വിട്ട് കളയാണ്ട് അത് തന്നെ പഠിക്കുക. സോ ഒരു 2018 വരെയുള്ള എക്സാംസിന് മാത്സിന് എത്രയായിരുന്നു? 10 മാർക്കായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. 10 മാർക്കായിരുന്നു നമുക്ക് ഉണ്ടായിരുന്ന മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ്. അതില് വെയിറ്റേജ് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ്, ആ 2 ചാപ്റ്ററും കൂടെ കമ്പൈൻ ചെയ്ത് 2 മാർക്കായിരുന്നു ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ കോർഡിനേറ്റ് ജോമെട്രി, അതായത് സ്ട്രെയിറ്റ് ലൈൻസിന്റെ ചാപ്റ്റർ ഇല്ലേ, കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറയുന്ന ആ ചാപ്റ്ററിന്റെ അകത്ത് 1 മാർക്കേ ഉണ്ടായിരുന്നു. ഇവിടെ 2 മാർക്കും ഇവിടെ 1 മാർക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വന്ന ബൈനോമിയൽ തിയറി ഇല്ലേ, ബൈനോമിയൽ തിയറത്തിന് 1 മാർക്കായിരുന്നു നേരത്തെ ഒക്കെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ട്രിഗ്നോമെട്രി 1 മാർക്കായിരുന്നു ഉണ്ടായിരുന്നത്. പൊതുവെ ഏറ്റവും മോസ്റ്റ് കോമണി കണ്ട പേപ്പേഴ്സിലാണ്. ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ടാവും, എങ്കിലും ഏറ്റവും കൂടുതൽ കണ്ടു. പിന്നെ നമ്മുടെ ചാപ്റ്റർ ലിമിറ്റ്, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻസിയേഷൻ, ഓക്കെ, അതില് 2 മാർക്കായിരുന്നു ആ ചാപ്റ്ററിന് ഉണ്ടായിരുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വന്നിരുന്നെന്ന് പറയുന്ന ഒരു ചാപ്റ്റർ, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വന്നിരുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ. ഇന്റഗ്രേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനായിരുന്നു 3 മാർക്ക് വരെ ചോദിച്ചിരുന്നത്. സോ ഓക്കെ, ഇത് 2018 വരെയുള്ള അവസ്ഥയാണ്. 2018-19 കാലഘട്ടത്തിൽ നമ്മുടെ 10 മാർക്ക് എന്നുള്ള ബേസിസിൽ വന്നപ്പം ഇന്റഗ്രേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ, അതായത് ഇന്റഗ്രേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ്റെ അകത്താണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷനും അതുപോലെ തന്നെ ഏരിയ അണ്ടർ ദ കർവും ഒക്കെ ഇന്റഗ്രേഷൻ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ഉള്ളത്. അതിൽ 3 മാർക്ക്, ലിമിറ്റ്, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻസിയേഷൻ 2 മാർക്ക്, മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് 2 മാർക്ക്,
പിന്നെ ഇതെന്ന് പറയുന്നത് കോർഡിനേറ്റ് ജോമെട്രി 1 മാർക്ക്, ബൈനോമിയൽ തിയറം 1 മാർക്ക്, ട്രിഗ്നോമെട്രി 1 മാർക്ക്. ഇത് ഞാൻ കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് എഴുതി കാണിക്കാം. ഓക്കെ, ഇങ്ങനെയാണല്ലോ കിടക്കുന്നത്. ഓക്കെ, ചാപ്റ്ററിന്റെ പേര് കിടന്നോട്ടെ. സോ 2018 കാലഘട്ടത്തിലുള്ള മാർക്സ് വെയിറ്റേജ്, ഇത് 2018, 19 കാലഘട്ടം. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ ഇതുണ്ടല്ലോ പുതിയ സ്കീം അനുസരിച്ച്, അതായത് 2019, 20 തൊട്ടുള്ള പുതിയ സ്കീം അനുസരിച്ചുള്ള മാർക്ക് ഇതിൽ 3, 2, 2 അല്ലെ മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസിൽ. ഓക്കെ, പിന്നെ 1, 1, 1. ഓക്കെ, ഇങ്ങനെയായിരുന്നു പണ്ട് ചോദിച്ചോണ്ടിരുന്നത്. ഇപ്പോഴത്തെ വെയിറ്റേജ് അനുസരിച്ച് അപ്രോക്സിമേറ്റ്ലി ഇന്റഗ്രേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന് 5 മാർക്കാണ് ഉള്ളത്. ഓക്കെ, 5 മാർക്കാണ് ഈ ഒരു ചാപ്റ്ററിനുള്ളത്. സോ നമുക്ക് പെൻഡിങ് ആയിട്ട് കിടക്കുന്ന ഈ ഒരേ ഒരു ചാപ്റ്റർ കൂടി ഉള്ളു. അതായത് 15 മാർക്കിൽ നമ്മൾ 15 മാർക്കിനുള്ള ടോപ്പിക്സ് എല്ലാം തീർന്നു. ഇന്റഗ്രേഷൻ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ഈ ഒരൊറ്റ ചാപ്റ്റർ കൂടെ ഉള്ളു. 5 മാർക്കിന്റെ ഒരു ചാപ്റ്റർ കൂടെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ ലിമിറ്റ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ആ ചാപ്റ്ററിന് 4 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. ഓക്കെ, പിന്നെ മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസിന് 5 മാർക്ക്. സോ ഇതിന് 4 മാർക്സ്, ഇതിന് 5 മാർക്ക്. പിന്നെ കോർഡിനേറ്റ് ജോമെട്രിക്ക് 2 മാർക്ക്, ദെൻ ബൈനോമിയലിന് 2 മാർക്ക്, ട്രിഗ്നോമെട്രിക്ക് 2 മാർക്ക്. ഇങ്ങനെയാണ് അപ്രോക്സിമേറ്റ്ലി ഞാൻ നോക്കിയ പേപ്പേഴ്സിലെല്ലാം ഓൾമോസ്റ്റ് വന്നിരിക്കുന്ന ഇത് മാർക്ക് വെയിറ്റേജ് ഈ ഒരു സിസ്റ്റത്തിലാണ്. സോ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലുമൊക്കെ ഒരു ചാപ്റ്ററിൽ നല്ല ഇത് ഇടുന്ന ക്വസ്റ്റ്യൻസിന് ആൾക്കാരുടെ ബേസ് ചെയ്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചിലപ്പോൾ മാർക്കിന് വ്യത്യാസം വരും. പക്ഷെ വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ, ലിമിറ്റ് കണ്ടിന്യൂറ്റി, പിന്നെ മെട്രിക്സ് ഡിറ്റർമിനൻസ്. ഈ 3 ചാപ്റ്ററിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത്. പിന്നെ ബൈനോമിയൽ, ട്രിഗ്നോമെട്രി, കോർഡിനേറ്റ് ജോമെട്രി, ഇതിന്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഏതെങ്കിലും പോകാനുള്ള സാധ്യതയുള്ളൂ. മീൻസ് ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറണം. സോ പൊതുവെ അപ്പൊ നമ്മുടെ വെയിറ്റേജ് അനുസരിച്ച് ഇപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്റർ, അതായത് 20 15 മാർക്കിനുള്ള സാധനം നമ്മൾ ഓൾറെഡി പഠിച്ചു. 20 15 മാർക്കിനുള്ളത് പഠിച്ചു കഴിയുന്ന പറയുമ്പോൾ എത്രയാണ്? 75% മാർക്കിനുള്ള ടോപ്പിക്സ് നമ്മൾ ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ അത് പഠിച്ചും കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. സോ കഴിഞ്ഞ പ്രാവശ്യത്തെ ആദ്യത്തെ ഞാൻ ഇപ്പൊ ഓർക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഇത്രയും പഠിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ ഓരോരുത്തരും എന്തായി പഠിച്ച് അല്ലെ എത്രമാത്രം പഠിച്ചു എന്ന് നമുക്കറിയണമല്ലോ ഓരോരുത്തരും. സോ ഒരു പേപ്പർ കിട്ടിയാൽ എങ്ങനെയുണ്ട് എന്നുള്ള നമുക്കറിയണം. സോ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രീവിയസ് ഇയറിന്റെ പക്കായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അത് അതുപോലെ തന്നെ നമുക്ക് ഇന്നൊന്ന് ഇത്രയും പഠിച്ചതിന്റെ ബേസിസിൽ ഇത്രയുള്ള 15 മാർക്കിനുള്ള സോൾവ് ചെയ്യാം. അതിന്റെ ഒപ്പം തന്നെ ഞാൻ ഇന്നൊരു പരീക്ഷയുടെ എക്സാമിനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്തു. പക്ഷെ അത് ലാപ്പിലൊന്ന് കയറ്റുക എന്നുള്ള ഒരു താമസമുള്ളൂ. അതൊരു ടൈം ലിമിറ്റ് വെച്ച് നമുക്ക് എഴുതാൻ പറ്റുവാണെങ്കിൽ ഇന്ന് അങ്ങനത്തെ ഒരു പേപ്പറൂടെ അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. സമയം അനുവദിക്കുവാണേലും ഞാൻ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ലാപ്പ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അതിലെ ടൈമറും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ടൈം ബൗണ്ട് ആയിട്ട് തന്നെ എഴുതാൻ പറ്റുമെന്ന് തോന്നുന്നു. നമുക്ക് ലാസ്റ്റിലേക്ക് നോക്കാം. ഈ പോസിബിൾ മാത്രം നമുക്ക് അത് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, എന്തായാലും ഈ വെയിറ്റേജും കാര്യങ്ങളും നിങ്ങളോട് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ആദ്യമേ അതൊന്ന് പറയാമെന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് ഇപ്പൊ പഠിച്ച ഈ 15 മാർക്സ് ഇന്റഗ്രേഷൻ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ഉള്ള ടോപ്പിക് ഒഴിച്ച് ഇതെല്ലാവരും നോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഇത്രയും പഠിച്ചതിന്റെ ബേസിസിൽ എന്താണ് നമ്മൾ പഠിച്ചത്, നമ്മൾ എവിടെ നിൽക്കുന്നു നമുക്കറിയാമല്ലോ. സോ പ്രീവിയസ് ഇയറിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം, സോൾവ് ചെയ്യാം. സോ ന്യൂ ജോയിനേഴ്സ് 1-2 പേരുണ്ടെന്ന് തോന്നുന്നു. സോ അവർക്ക് ജസ്റ്റ് ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചോദിക്കുക. ചെയ്യാൻ ഇപ്പൊ പറ്റിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, അറ്റംപ്റ്റ് ചെയ്യുക, ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ നമുക്കത് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ ഡിസ്കസ് ചെയ്യും. സോ 2019 ഒരു പേപ്പറിൽ 20 മാർക്കിന്റെ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇതിന്റെ അകത്ത് 1-2 കാര്യങ്ങൾ അഡീഷണൽ പറയാനും കൂടി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പറഞ്ഞു തരാം. സോ ക്വസ്റ്റ്യൻസ് ഇപ്പൊ പഠിച്ച ടോപ്പിക്സിലെ ഇക്വേഷൻസും കാര്യങ്ങളും എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. If matrix A is singular,
then options A, determinant of A x equal to 0. Option B, A transpose is equal to A. Option C, A inverse is equal to A. Option D, A determinant is equal to 0. ഏതാണ് ആൻസർ? First question. If matrix A is a singular matrix, then okay, simple ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പറ്റുന്ന പോലെ തന്നെ എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്യാം കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ളതാണ്. ടൈം വെച്ചുള്ള നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടുണ്ട്, ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. അത് ലാപ്പിൽ കയറ്റി കണക്ട് ചെയ്യേണ്ട ഒരു കുറച്ച് താമസം വരുന്നുണ്ട്. ഇത് കിട്ടിയാൽ നമുക്ക് ഇന്നൊരു 15 ക്വസ്റ്റ്യൻ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. ടൈമർ വെച്ച് 15 മിനിറ്റിന്റെ ഇത് വെച്ചിട്ട് നോക്കിയിട്ടുണ്ട്. അത് ശരിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഓപ്ഷൻ ഡി ആയിരുന്നു. സിംഗുലാർ മെട്രിക്സ് എന്ന് പറയുന്ന എന്താണ് ഒരു സിംഗുലാർ മെട്രിക്സ്? സിംഗുലാർ മെട്രിക്സ് എന്ന് പറയുന്നത് എപ്പോഴാണ് പറയുന്നത്? ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഈസ് ഈക്വൽ ടു 0 ആകുമ്പോഴാണ് നമ്മൾ അതിനെ സിംഗുലാർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സിംഗുലാർ മെട്രിക്സിന്റെ കാര്യം പറയുമ്പോൾ അപ്പൊ അതുപോലെ തന്നെ ബാക്കിയുള്ള മെട്രിക്സിന്റെ ഇമ്പോർട്ടന്റ് മെട്രിക്സും ഓർത്തോഗണൽ മെട്രിക്സും എ ഈക്വൽ ടു എ ട്രാൻസ്പോസ് ആകുമ്പോൾ എന്താണ് അതിനെ പറയുന്നത്? ഒരു മെട്രിക്സ് അല്ല, എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു ഐ എന്ന് പറയുമ്പോൾ എന്താണ് പറയുന്നത്? അത് പോട്ടെ, നമുക്ക് പറഞ്ഞ കാര്യമാണ്. വീണ്ടും ഡിസ്കസ് ചെയ്ത് നമുക്ക് സമയം കളയണ്ട. എന്റെ ക്ലാസ്സിൽ ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ആരെങ്കിലും ചോദിച്ചാൽ മതി, പറഞ്ഞു തരാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആട്ടോ. നിങ്ങൾ തന്നെ വിലയിരുത്തുക. നമ്മളിപ്പോ ചെയ്യാൻ പോകുന്ന പ്രീവിയസ് ഇയറിലെ പേപ്പറാണ്. ഇതിൽ എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എത്ര സമയം എടുക്കുന്നുണ്ടെന്ന് ആലോചിക്കുക. ഡിറ്റർമിനന്റ് A is equal to, അല്ല, മെട്രിക്സ് A is equal to 1 2 3 0 5 0 2 4 3. കോഫാക്ടർ ഓഫ് 5 എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് 0, ഓപ്ഷൻ ബി 6, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി -3. കോഫാക്ടർ ഓഫ് 5 എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. മാക്സിമം സ്പീഡ് ചെയ്യും, മാക്സിമം സ്പീഡ് ചെയ്യാൻ നോക്കുക. ഒരാൾ ആൻസർ പറഞ്ഞു, ബാക്കി ആരും ഇല്ല. ഓക്കെ, 2 3. ഓക്കെ, 3 പേര് പറഞ്ഞിട്ടുണ്ട്. ബാക്കി എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ ഇപ്പൊ നിങ്ങൾ ഒരു 15 സെക്കൻഡ് ജസ്റ്റ് അപ്രോക്സിമേറ്റ്ലി എടുക്കുന്നത് കുഴപ്പമില്ലാത്ത ടൈമിംഗ് ആണ്. സോ കോഫാക്ടർ ഓഫ് 5 ആണ് എടുക്കേണ്ടത്. സോ നമുക്കറിയാം ആദ്യം എന്താ കോഫാക്ടർ ഓഫ് മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? -1 പ്ലസ് i പ്ലസ് ജെ ഇൻറ്റു അതിന്റെ മൈനർ ആണ് വരുന്നത്, അല്ലെ? ഇൻറ്റു മൈനർ. സോ നമ്മൾ അങ്ങനെയാണ് ഇക്വേഷൻ നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിച്ചിരുന്നത്. ഇവിടുത്തെ എല്ലാം പ്ലസ് മൈനസ് പ്ലസ് ആണ് വരുന്നത്. സെക്കൻഡ് റോയിൽ വരുമ്പോൾ മൈനസ് പ്ലസ് മൈനസ് പിന്നെ പ്ലസ് മൈനസ് പ്ലസ് എന്ന് പറഞ്ഞാണ് വരുന്നത്. സോ 5 കോഫാക്ടർ ഓഫ് 5 ആണ്. 5ന്റെ സൈൻ എന്താണ്? പോസിറ്റീവ് ആണ്. ഇൻറ്റു 5ന്റെ മൈനർ, അതായത് 5 ഇൻക്ലൂഡ് ചെയ്യുന്ന റോയും കോളവും മാറ്റിയിട്ട് മിച്ചമുള്ള ഇതെന്താണ്? 1 3 2 3. ആ ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ എന്താണ്? 1 × 3 - 2 × 3. 3 - 6 -3 ആണ് കോഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും അത് കിട്ടിയതാണെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 3. If Δ1 is equal to 1 0 0 2 3 0 -1 5 -3 and Δ2 is equal to -3
5 minus 1 0 3 2 0 0 1. Then options ഇതിൽ ഏത് കോറിലേഷൻ ആണ് കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ഡിറ്റർമിനന്റ് ഓഫ് ഡെൽറ്റ 1 ഈസ് ഇക്വൽ ടു 2 ടൈംസ് ഓഫ് ഡിറ്റർമിനന്റ് ഡെൽറ്റ 2. ഓപ്ഷൻ ബി. ഡിറ്റർമിനന്റ് ഓഫ് ഡെൽറ്റ 1 ഈസ് ഇക്വൽ ടു ഓപ്ഷൻ സി. ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരാൾ ആൻസർ ചെയ്തു. ഓക്കെ, ബാക്കി ഓക്കെ, കുഴപ്പമില്ല. രണ്ടുപേര് റെസ്പോണ്ട് ചെയ്തു, കുഴപ്പമില്ല. ഓക്കെ, മൂന്ന് പേരുടെ റെസ്പോൺസ് വന്നു. ഇത് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യനിൽ നിന്ന് ഞാൻ ഡയറക്റ്റ് എടുത്താണ്. ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് അതേ ഓർഡറിലാട്ടോ ഞാൻ ചെയ്യിക്കുന്നത്, ഒരു വ്യത്യാസവും ഇല്ല. ഓക്കെ, കുഴപ്പമില്ലാത്ത രീതിയിൽ ആൾക്കാരെ റെസ്പോണ്ട് ചെയ്ത് 3 റെസ്പോൺസ് നമുക്ക് വന്നു. ഓക്കെ, സോ ബാക്കി ആലോചിക്ക്, 1 മിനിറ്റ് സമയം കഴിഞ്ഞു. സോ ഒന്നാമത്തെ ഡിറ്റർമിനന്റ് ഓഫ് ഫസ്റ്റ് മെട്രിക്സ് എടുക്കണം. സോ വലിയ രീതിയിൽ എടുക്കാൻ നോക്കാതെ ഞാൻ പറഞ്ഞു, ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സീറോസ് വരുന്ന റോസിന്റെ ബേസിൽ എടുക്കാനായിരുന്നു ഞാൻ പറഞ്ഞു. സോ ഇവിടെ ഫസ്റ്റ് റോയല്ലേ കോളം എന്നുള്ള രീതിയിൽ. സോ ഇവിടെ നോക്കുമ്പോൾ എന്താണ്, ഫസ്റ്റ് റോയിൽ 2 സീറോ വരുന്നുണ്ട് ഇല്ലേ. സോ നമുക്ക് ആ ബേസിസിലെ ഫസ്റ്റിന്റെ ഡിറ്റർമിനന്റ് എടുക്കാം. സോ ഡിറ്റർമിനന്റ് നമുക്ക് എന്തെടുക്കാം, ഇങ്ങനത്തെ രീതിയിൽ ഡിറ്റർമിനന്റ് എടുക്കാം. സോ 1 into determinant 3 0 5 minus 3 പ്ലസ് രണ്ടെണ്ണവും സീറോ ബേസിസിലാണ് പോകുന്നത്, അതുകൊണ്ട് അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇതിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് എന്താണ്, -9 ആണ്. രണ്ടാമത്തെ ഡിറ്റർമിനന്റ് ഞാൻ നോക്കിയപ്പോൾ താഴത്തെ കോളം ബേസിസിൽ, താഴത്തെ റോ ബേസിസിൽ അല്ലെങ്കിൽ ഫസ്റ്റ് കോളം ബേസിസിൽ എടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ വേണമെങ്കിൽ ഫസ്റ്റ് കോളം ബേസിസിൽ എടുക്കുകയാണെങ്കിൽ, ഫസ്റ്റ് കോളത്തിന്റെ ബേസിസിൽ എടുക്കുകയാണെങ്കിൽ എന്താണ്, -3 ഇൻറ്റു ബാക്കി എന്താണ് വരുന്നത് 3 2 0 1. പിന്നെ അടുത്ത 2 എലിമെന്റ്സ് എന്താണ്, ഞാൻ കോളം ബേസിസ് ഡിറ്റർമിനന്റ് എടുത്താൽ 0 ആണ്, 0 ഇൻറ്റു എന്ന് പറഞ്ഞാൽ വരുന്നത്. സോ അത് രണ്ടും 0 ആയിരിക്കും, അതുകൊണ്ട് കുഴപ്പമില്ല. സോ -3 ഇൻറ്റു 3 ആണ്, അതായത് -9 ആണ്. സോ ഡിറ്റർമിനന്റ് ഓഫ് ഫസ്റ്റ് മെട്രിക്സ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് സെക്കൻഡ് മെട്രിക്സ്. ഓപ്ഷൻ ബി ആയിരുന്നു ആൻസർ. ബി അല്ലായിരുന്നു ആൻസർ ആയിരുന്നെന്ന് തോന്നുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കുവാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 1 2 3 നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 4. കോഎഫിഷ്യന്റ് ഓഫ് p square q cube in 2p minus 3q the whole power 5 is എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ -1080, ഓപ്ഷൻ ബി 720, ഓപ്ഷൻ സി -720, ഓപ്ഷൻ ഡി 1080.
10 മിനിറ്റും കൂടെ ഉള്ള ഈ ലിങ്ക്, അത് കഴിയുമ്പോൾ ഈ ലിങ്ക് എക്സോസ്റ്റ് ആവും. വീണ്ടും അതിൽ ഒന്നുകൂടെ ജോയിൻ ചെയ്യുക അതേ ലിങ്കിൽ. ഓക്കെ, കോഎഫിഷ്യന്റ് ഓഫ് പി സ്ക്വയർ ക്യൂ ക്യൂബ് ഇൻ 2p minus 3q the whole power 5 is. ആൻസർ എന്താണ്? കിട്ടിയില്ല ആർക്കും? ഓപ്ഷനെ ഒരാൾ പറഞ്ഞു. വേറെ ആൻസർ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഒരാൾ ഓപ്ഷൻ എ പറഞ്ഞു. ഒരാളോട് ഓപ്ഷൻ എ പറഞ്ഞിട്ടുണ്ട്. ദെൻ ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ. സോ അത് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? അറിയില്ല, വേറെ ആരും റെസ്പോണ്ട് ആയിരുന്നില്ല. സോ നമുക്ക് വേണേലൊന്ന് ഡിസ്കസ് ചെയ്യാത്. സോ ഒരു ബൈനോമിയൽ തിയറത്തിൽ ജനറൽ ടേമിന്റെ ഇതെങ്ങനെയാണ്? അതായത് ടി ആർ പ്ലസ് വൺ, നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ്. ടി ആർ പ്ലസ് വൺ എന്ന് പറയുന്ന ഒരു ടേമിന്റെ എക്സ്പാൻഷൻ എങ്ങനെയാണ്? എൻ സി ആർ ഇപ്പൊ എ പ്ലസ് ബി ദ ഹോൾ പവർ എൻ എന്നുള്ള ഫോർമാറ്റിലാണെങ്കിൽ എന്താണ്? അതായത് എ പ്ലസ് ബി ദ ഹോൾ പവർ എൻ എന്ന് പറയുന്ന ഒരു ഇക്വേഷന്റെ അകത്ത് nth ടേമിന്റെ ഇതെന്ന് പറയുന്നത് എങ്ങനെയാണ്? എ പവർ എൻ മൈനസ് ആർ ബി പവർ ആർ എന്നാണ് വരുന്നത്, അല്ലെ? സോ ഇങ്ങനെയാണ് നമ്മുടെ ജനറൽ ടേം, ഒരു ബൈനോമിയൽ തിയറത്തിൽ ഒരു ജനറൽ ടേമിന്റെ എക്സ്പ്രഷൻ. എൻ സി ആർ എ പവർ എൻ മൈനസ് ആർ ബി പവർ ആർ. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഏതാണ് വേരിയബിൾസ് വരുന്നത്? പി സ്ക്വയർ ക്യൂ ക്യൂബ് ആണ്. സോ ഇനി ഇതിന്റെ ജനറൽ ടേം എഴുതുമ്പോൾ എങ്ങനെയാണ്? 5cr 2p ഹോൾ പവർ 5 മൈനസ് ആർ ഇൻറ്റു മൈനസ് 3q ഹോൾ പവർ ആർ എന്ന് പറഞ്ഞാണ് വരുന്നത്, അല്ലെ? അപ്പൊ ഇവിടെ പിയുടെ പവർ എന്താണ്? പിയുടെ പവർ 2 ആണ്. സോ ഇവിടെ ആറിന്റെ വാല്യൂ എന്ത് വന്നാലാണ് പിക്ക് ഇവിടെ 2 വരുന്നത്? ആർ ഈസിക്കൽ ടു 3 വരുമ്പോ അല്ലേ? ആർ ഈസിക്കൽ ടു 3 വന്നാലല്ലേ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ക്യൂ ക്യൂബ് എന്ന് വരത്തുള്ളൂ. ആർ ഈസിക്കൽ ടു 3 വന്നാലല്ലേ ആകത്തുള്ളൂ. സോ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? 5c3 2p the whole power 2 into minus 3q the whole power 3 എന്നാവും. അതായത് 5c3 എന്താണ്? 5 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 സ്ക്വയർ ഇൻറ്റു മൈനസ് 3 ദ ഹോൾ ക്യൂബ് ഇൻറ്റു പി സ്ക്വയർ ക്യൂ ക്യൂബ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കോയിഫിഷ്യന്റ് ആണ്. സോ ഇത്രയും മാത്രം എടുത്താൽ മതി. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് -1080 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇതെല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ചെയ്യണേ. ഓപ്ഷൻ എ ആയിരുന്നു ആൻസർ. ആ സൈനും കൂടെ നോക്കുകയും ചെയ്യുക കേട്ടോ. 2p - 3q ആയിരുന്നു, അതുകൊണ്ടാണ് മൈനസ് വന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1 2 3 4 അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 5. ഓപ്ഷൻസ്
1/2, option B root 3/2, option C 2/√3, option D 1. എന്താണ് ആൻസർ? sin 390 ഡിഗ്രി ഇൻറ്റു tan 30 ഡിഗ്രി പ്ലസ് sin 120 ഡിഗ്രി. വേഗം പറയും. sin 390 sin 120 എന്താണ് പറയാം? ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും സമയം എടുക്കാൻ പാടില്ല. നമ്മൾ ഇത്രയും പഠിച്ചല്ലേ. പറ, ആരെങ്കിലും ആൻസർ പറ. എനിക്ക് തന്നെ നാണക്കേടാക്കല്ലേ. ഓപ്ഷൻ സി കറക്റ്റ് ആണ്. ആൻസർ സി ആണ്. ഓപ്ഷൻ സി കറക്റ്റ് ആൻസർ ആണ്. എന്താണ് വേറെ ആരും റെസ്പോണ്ട് ചെയ്യാത്ത? ആപ്പാടെ 2 or 3 പേര് മാത്രമേ ഉള്ളൂ റെസ്പോണ്ട് ചെയ്യാൻ. നമ്മൾ ആപ്പാടെ 3 പേരെ അല്ലല്ലോ ഞാൻ പഠിപ്പിച്ചേ. സോ sin 390 എന്ന് പറയുമ്പോൾ ഒരു ഫുൾ ആംഗിൾ എത്രയാണ്? ഫുള്ളായിട്ട് ഒരു സർക്കിൾ കറങ്ങുമ്പോൾ എത്രയാണ്? 360 ഡിഗ്രി കറങ്ങത്തുള്ളൂ. 390 ആണ്. സോ പ്ലസ് ഒരു 30 ഡിഗ്രിയും കൂടെ പോകും. സോ ആംഗിൾ എന്ന് പറയുന്നത് sin 390 ഡിഗ്രി എന്ന് പറയുന്നത് sin 30 ഡിഗ്രിയോട് ഈക്വൽ ആണ്. സോ sin 30 എത്രയാണ്? 1/√2 ഇൻറ്റു tan 30 എത്രയാണ്? 1/√3 പ്ലസ് sin 120 എന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. സോ സൈൻ ഇത് ഇത്രയാണ് 120, ഇതെന്ന് പറയുന്നത് 60 ആണ്. സോ sin 60യോട് ഈക്വൽ ആണ് sin 120 എന്ന് പറയുന്നത്. sin 60 എത്രയാണ്? √3/2. ഇവിടെ √3 കൊണ്ട് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ LCM എല്ലായിടത്തും ഈക്വൽ ആയി. സോ 1/2 ആണ്. സോറി, sin 30 1/2 അല്ലേ. സോ ഇങ്ങനെ കിട്ടി. ആൻസർ 2/√3. ഓപ്ഷൻ സി ആയിരുന്നു ആൻസർ. എല്ലാവർക്കും ഇത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. 2/√3. ഓക്കെ, റബ്ബിയാണ്. ഇത് ഈ പേപ്പർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും അവരവരുടെ മാർക്ക് സൈഡിൽ ഒന്ന് എഴുതി വെച്ചേക്കാം. 15 ക്വസ്റ്റ്യനുകൾ നമ്മളിപ്പോ ഈ പേപ്പറിൽ, പ്രീവിയസ് ഇയറിലെ പേപ്പറാണ്, അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതേ ഓർഡറിൽ ചെയ്ത് കഴിയുമ്പോൾ സൈഡിൽ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് അല്ലെ എത്ര ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റിയെന്ന് നോക്കുക. ഇപ്പൊ നമ്മൾ 5 ക്വസ്റ്റ്യൻ ചെയ്തു. 5 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളവരാണെങ്കിൽ 5-ൽ 5 ഇടുക, അല്ലാത്തവർ അതിനനുസരിച്ച് ഇടുക. ഓക്കെ, സോ ക്വസ്റ്റ്യൻ, 6ാമത്തെ ക്വസ്റ്റ്യൻ. So find the equation of a straight line making an angle 135 degree with positive direction of x-axis and intercept of 5 on y-axis is options. Option A, y is equal to x plus 5. Option B, y is equal to 5x plus 1. Option C, y is equal to 5 minus x. Option D, y is equal to 5x minus 1. എന്താണ് ആൻസർ? പറയൂ. ക്വസ്റ്റ്യൻ നോക്കി ആൻസർ